ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവം ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ നമുക്ക് വായിക്കാം. അവിടെ പറയുകയാണ്, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവിടെ പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ഇന്നും ആത്മീയമായി ശിശുക്കളാണോ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, അവകാശിയാണ്, സർവത്തിനും യജമാനനാണ്, എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പം നാം ശിശുക്കൾ തന്നെയാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ആത്മീയമായ വളർച്ച നാം പ്രാപിച്ചിട്ടുണ്ടോ? ആത്മീയമായി എപ്രകാരമാണ് വളരേണ്ടത് എന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അപ്പോൾ നാം ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിക്കണം. പിന്നെ അവിടെ പറഞ്ഞത്, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇന്നും നമ്മളായിരിക്കുന്നെങ്കിൽ നാം ശിശുക്കളാണ്. ന്യായപ്രമാണം ശിശുപാലകനാണ്. ന്യായപ്രമാണം ശിശുപാലകനായി വന്നു എങ്കിൽ ഇന്നും നാം ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് നാം ജീവിക്കുന്നത്, ആത്മീയമായി വളരുന്നത് എങ്കിൽ തീർച്ചയായും നാം ശിശുക്കൾ തന്നെയാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ പറയുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി സ്ത്രീയിൽ നിന്ന് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ ജനിച്ച് നിയോഗിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നമുക്കറിയാം, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ പിതാവേ എന്നുള്ള വിളി ദൈവം കേൾക്കുന്നുണ്ട് എങ്കിലും തൻ്റെ സ്വപുത്രനിൽ കൂടി ദൈവം ആഗ്രഹിച്ച വിധത്തിൽ ഒരു പുത്രനായി നാം മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമുക്കറിയാം, ഇന്ന് അയൽവക്കത്തെ ഒരു കുഞ്ഞു വന്ന് പപ്പ എന്ന് നമ്മെ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സ്നേഹിക്കും. എന്നാൽ സ്നേഹിക്കുന്നത് ഈ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പുത്രന്മാരപ്പ എന്ന് വിളിക്കുന്നതിന് തുല്യമായി സ്നേഹിക്കില്ല. അവൻ അപ്പ എന്ന് വിളിച്ചു എങ്കിലും അവന് ഈ പിതാവിൻ്റെ അവകാശം കൊടുക്കുകയില്ല. അത് സ്വന്തം പുത്രന്മാർക്ക് മാത്രമാണ്. അതുപോലെയാണ് ദൈവവും നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. അപ്പ എന്ന് വിളിക്കുന്ന, പിതാവേ എന്ന് വിളിക്കുന്ന സകലർക്കും വേണ്ടിയല്ല, സ്വപുത്രനിൽ കൂടി സ്വപുത്രൻ്റെ ആത്മാവിനെ പ്രാപിച്ച് സ്വന്തം പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായി നാം മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അവകാശിയായി നാം മാറുകയുള്ളൂ. നോക്കിക്ക്, ഇന്ന് എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ പറയുകയാണ്, കാലം നോക്കിയാൽ ഇപ്പോൾ
ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വാചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയാഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായ പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നോക്കിക്കേ, എങ്ങനെയാണ് ആത്മീയമായ പ്രായം തികയുന്നേ എന്നവിടെ എഴുതിയിരിക്കുക. അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായ പ്രായം തികഞ്ഞവരായി മാറണം. അപ്പോൾ അവിടെ പറയുന്നത് നന്മതിന്മകളെ ആയിരിക്കണം. അതിൽ അഭ്യാസം, തഴക്കത്തിൽ എന്ന് വെച്ചാൽ കൂടുതൽ അഭ്യാസമുണ്ടാകണം. എന്ന് വെച്ചാൽ കൂടുതൽ പഠിത്തമുണ്ടാകണം, എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടാകണം എന്ന് ദൈവം പറയുകയാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായ പ്രായം തികഞ്ഞവരായിരിക്കണം. അപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ അഭ്യാസം പ്രാപിക്കുന്നതോടൊപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ അതിന് കീഴടങ്ങുവാനിടയായിത്തീരുന്നു, വചനത്തിന് കീഴടങ്ങുവാനിടയായിത്തീരുന്നു. അങ്ങനെ വചനത്തിന് കീഴടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളുള്ള കണ്ണ്, വായ്, കൈ, ത്വക്ക്, ഇങ്ങനെയുള്ള സകലതും നന്മതിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയങ്ങളായി മാറണം. അപ്പോഴാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, എൻ്റെ ഈ മകന് പ്രായം തികഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ 6:2 നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പരിജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതല്ല, പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. അത് ആദ്യ വചനങ്ങൾ, സ്നാനം, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇതെല്ലാം എല്ലാവരെയും എന്നും പഠിപ്പിക്കുന്നതാണ്. എന്നാൽ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു പരിജ്ഞാന പൂർത്തി വരിക എന്നുള്ളതാണ് പുത്രനാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നോക്കിക്കേ, ഇന്ന് ലോകത്തിൽ കിട്ടുന്ന 70% പാലും മായമുള്ളതാണ്. അതുപോലെ തന്നെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനേകം ശുശ്രൂഷകൾ ദൈവവചനം എന്ന ലേബൽ ഉണ്ടെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്നത് മറ്റു പലതുമാണ്, വ്യാജന്മാരാണ് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ വചനം നല്ല രീതിയിൽ ദൈവം പറഞ്ഞതുപോലെ നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരവസ്ഥയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 1 തീമോഥെയോസ് 1:6 പറയാണ്, ചിലർ ഇവ വിട്ടുമാറി വിവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്ന് സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലതാനും. ന്യായപ്രമാണോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, അനാത്മീയർ, മാതാപിതാക്കന്മാരെ കൊല്ലുന്നവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥൂന്യക്കാർ, നബോഷ്കു പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പദ്യോപദേശത്തിന് വിപരീതമായി മറ്റ് ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട്
അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. അപ്പോൾ നോക്കിക്കേ, ഈ വക ചെയ്യരുത് എന്ന് ന്യായപ്രമാണം പറയുന്നുണ്ട്. അതിനെ ന്യായമായിട്ട് ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലതാണ്. ഈ വകയെല്ലാം നാം ചെയ്യണം. നമ്മൾ വായിച്ചു കേട്ട സകല കാര്യങ്ങളും ചെയ്താൽ സകലതും ചെയ്യുന്നവൻ ന്യായപ്രമാണം ചെയ്യുന്നവന് ന്യായപ്രമാണം നല്ലതാണ് എന്നവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന വ്യക്തികളുടെ കീഴിലാണോ നാം ഇരിക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 17:11 ഇങ്ങനെ പറയുകയാണ്, അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. പറയുന്നവരെയും കേൾക്കുന്നവരെയും സകലവും ശോധന ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശോധന ചെയ്താണോ വചനം കേൾക്കുന്നത് എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ്. നമ്മൾ പാല് കുടിക്കുന്നവരായിട്ട്, ശിശുക്കളായിട്ട്, ഒന്നും മനസ്സിലാക്കാത്തവരായിട്ട്, പരിജ്ഞാനപൂർത്തി പ്രാപിക്കാതെ ജീവിക്കുന്നവരാണോ എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21 പറയുകയാണ്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി തീരണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യൂദായുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, യൂദായുടെ ലേഖനത്തിലെ 20-ാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം ദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. നോക്കിക്കേ, ആ സത്യദൈവവും നിത്യജീവനുമായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നാം ഒരു പുത്രത്വം പ്രാപിച്ച, അല്ലെങ്കിൽ അപൂർണ അവകാശിയായി മാറിയ ഒരു വ്യക്തി ആകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൂർണ്ണമായും ഒരവകാശിയായി മാറണം. ശിശുക്കളായിരുന്നു കൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നതും കേട്ട് ഇരിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ നിന്ന് മാറിയിട്ട്, നാം ശിശുക്കളായിരിക്കുന്ന അവസ്ഥ ഒന്ന് മാറിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും അവകാശിയായി നിൽക്കുന്ന ഒരവസ്ഥ ദൈവം നമ്മളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ഉള്ള ദൈവസന്നിധിയിൽ ഉള്ള ജീവിതമാണോ നാം നയിക്കുന്നത്? സൗമ്യതയുള്ളവരായിരിക്കണം. ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കണം. ഈ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നത് എവിടെ? ഇവിടെയല്ല.
സ്വർഗത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിത്യജീവനിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ ഭൂമിയിൽ സൗമ്യതയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. ആകയാൽ ദൈവത്തിൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്താണ് ദൈവത്തിൻ്റെ നുകം? കർത്താവ് വഹിച്ച നുകം എന്ന് പറയുന്നത് ക്രൂശാണ്. ആ നുകമേറ്റുകൊണ്ട് ഏത് പ്രശ്നത്തിലും സൗമ്യത കാണിക്കുവാൻ, ഏത് പ്രശ്നത്തിലും താഴ്മ ഉണ്ടാകുവാൻ ഇടയാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നും നാം ആത്മീയമായ ശിശുക്കളാണോ, അതോ അവകാശിയായി മാറിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ അവകാശിയായി, ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ അവകാശിയായി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നാം മാറിയിട്ടുണ്ടോ എന്ന് ദൈവം ഇന്ന് നമ്മളെ ശോധന ചെയ്യുകയാണ്. നമുക്ക് അപ്രകാരമായി തീരുവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.